വെൽക്കം ബാക്ക് ടു ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. IFRSനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് വ്യൂ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം തന്നെ നമുക്ക് മീനിങ് ഓഫ് IFRS നോക്കാം. IFRS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻഡ് ആസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ഫോർ ബിസിനസ് സോ ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്പാരബിൾ ഗ്ലോബലി. IFRS എന്ന് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റഡ് ലാംഗ്വേജ് ആണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ബിസിനസ് അഫയേഴ്സിനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗ്ലോബലി അക്സെപ്റ്റഡ് കോമൺ ലാംഗ്വേജ് ആണ് IFRS എന്ന് പറയുന്നത്. ഇനി IFRS കോമൺ ലാംഗ്വേജ് ആക്കിയതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലോബലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യാനും ഇൻറ്റേർണൽ യൂസേഴ്സിനും അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സിനും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ കമ്പനിക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് IFRS നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, particularly important for companies that have dealings in several countries. മെയിൻലി IFRS നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ ബിസിനസ് ചെയ്യുന്നവർ, ഡിഫറെൻറ്റ് കൺട്രീസിൽ കമ്പനീസ് ഉള്ളവർ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരു ഗ്ലോബലി കമ്പാരബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് IFRS നമ്മൾ യൂസ് ചെയ്യുന്നത്. IFRS ഇഷ്യൂ ചെയ്തത് IASB ആണ്, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് IFRS ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്ററി നോക്കാം. എങ്ങനെയാണ് IFRSലേക്ക് ഡിറൈവ് ചെയ്ത് വന്നത്? ഫസ്റ്റ് തന്നെ IAS were issued between 1973 and 2001 by the board of the International Accounting Standard Committee. International Accounting Standard Committee ആണ് IAS ആദ്യം ഇഷ്യൂ ചെയ്തത് in between 1973 and 2001. IAS എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം ഉണ്ടായിരുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. നെക്സ്റ്റ്, on 1st April 2001, the new International Accounting Standard Board took over from IASC. International Accounting Standard Committeeനെ പുതിയൊരു ബോർഡ് അഡോപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് IASCനെ അഡോപ്റ്റ് ചെയ്തു in 2001 April 1st. പിന്നെ IASB ആണ് IFRS ഇംപ്ലിമെന്റ് ചെയ്തത്, അതായത് ഡെവലപ്പ് ചെയ്തത്. IFRS ആ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്തതും അതുപോലെ ഡെവലപ്പ് ചെയ്തത് പുതിയൊരു ഫേസ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് കൊടുത്തത് IASB ആണ്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് IASB ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, IFRS അഡോപ്ഷൻ ഓർ കൺവേർജൻസ്. അഡോപ്ഷനും കൺവേർജൻസും രണ്ടും ഡിഫറെൻ്റ് ആണ്. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദൻ അഡോപ്ഷൻ ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് ഇറ്റ് ഈസ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണോ അത് അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺവേർജൻസ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി കൺവേർജ്ഡ് വിത്ത് IFRS. ഒരു കൺട്രിയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പണ്ട് IFRS വരുന്നതിന് മുമ്പ് ഓരോ കൺട്രീസിനും ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. അപ്പോൾ IFRS കൺവേർജൻസ് എന്ന് പറയുന്നത് ഓരോ കൺട്രിയിലെയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IFRS ആയിട്ട് കൺവേർജ് ചെയ്തു, അതായത് മെർജ് ചെയ്തു. അതിനെയാണ് കൺവേർജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡോപ്ഷനും കൺവേർജൻസും രണ്ടും ഡിഫറെൻ്റ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഇന്ത്യ ആൻഡ് IFRS ആണ്. ഇന്ത്യയും IFRSും എങ്ങനെയാണ് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണാൻ പോകുന്നത്. ഇന്ത്യയിൽ 2 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. ഫസ്റ്റ്, ദ എക്സിസ്റ്റിംഗ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS. നമ്മൾ പറഞ്ഞു ഓരോ കൺട്രിക്കും IFRS വരുന്നതിനേക്കാൾ മുമ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് AS എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ AS എന്നാണ് ഉദ്ദേശിക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? ആപ്ലിക്കബിൾ ടു all the companies which are not required to adopt IFRS converged standards. അതായത് IFRS യൂസ് ചെയ്യാത്ത എല്ലാ കമ്പനിയും യൂസ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആസ് കൺവേർജ്ഡ് വിത്ത് IFRS. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ സ്റ്റാൻഡേർഡ് IFRS ആയിട്ട് മെർജ് ചെയ്യുക, അതിനെയാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IFRS ആയിട്ട് മെർജ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ AS. ഇതാണ് ഇന്ത്യൻ AS എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
applicable to companies operating in India and phased manner. അതായത് ഇന്ത്യൻ എസ് ഇന്ത്യയിലുള്ള കമ്പനീസിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ് ചെയ്തിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുള്ളത്. സോ ദ ഡേറ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഇന്ത്യൻ എസ് ഈസ് എക്സ്പെക്ടഡ് ടു ബി വിത്ത് ഇഫക്ട് ഫ്രം ഫിനാൻഷ്യൽ ഇയർ 2016-17. അപ്പോൾ IFRS ആയിട്ട് കൺവേർജ് ചെയ്ത് ഇന്ത്യൻ എസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത് 2016-17 ഇതൊക്കെയാണ് IFRS കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് വ്യൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.